അബി ഒന്നും പറ്റില്ലല്ലോ. എഴുന്നേക്ക്. അറിയില്ല നിഷ, എന്നെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തു. ഏതോ ഒരുത്തം മോഷ്ടിക്കാൻ നിന്നെ കൊല്ലുന്നേ? അതാ വിമൽ, എനിക്ക് മനസ്സിലാവാത്ത. എന്ത് മനസ്സിലാവാത്തെ? ഞങ്ങളെല്ലാം അപ്പോഴും നിന്നോട് പറഞ്ഞതല്ലേ ഈ ഗെയിം കാരണം എത്ര പ്രശ്നത്തിലാണ് നീ പെടാൻ പോകുന്നേന്ന്. എന്നിട്ട് നീ വല്ലത് കേട്ടോ? ഗെയിമോ? അബി എന്താ ഇവിടെ നടക്കുന്നേ? സത്യം പറ. ഇല്ല വിമൽ, ഞാനാദ്യം ഗെയിം എന്ന് കരുതിയ കളിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ഞാൻ ചൂസ് ചെയ്ത ആള് മരിച്ചില്ലെന്ന് മെസ്സേജ് വന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ന്യൂസ് പേപ്പറിൽ നോക്കിയപ്പോ ഇദ്ദേഹം മരിച്ചില്ലെന്നല്ല മെയിൽ വന്നത്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അപ്പോഴതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്, എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് അപ്പോഴാ മനസ്സിലായത്. അതുകൊണ്ട് മെയിൽ വന്ന അഡ്രസ് അന്വേഷിക്കാൻ പോയത്. എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കത്തെടുത്തോണ്ട് പോയത്. ആ കത്ത് തന്നെ കാരണമൊക്കെ കാണിച്ച് ഞാൻ ആ കൊലയാളിന്ന് പറഞ്ഞു. എന്നെ ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നമുക്കിത് പോലീസിൽ പറഞ്ഞാലോ? ഇത് പോയി പോലീസിനോട് പറഞ്ഞ അബിയെ കൊടുങ്ങുള്ളൂ. എല്ലാ പ്രശ്നത്തിനും ഈ ഫോണാ കാരണം. ഇത് അത് പൊട്ടിക്കുന്ന എന്തിനാ? ഇങ്ങത്താ വിമൽ, നീ ഈ ഫോൺ പിടിക്ക. ഭ്രാന്തി. ആദ്യം വന്ന ഇമെയിൽ അവൻ ഫോട്ടോസ് മാത്രമേ അയച്ചിട്ടുള്ളൂ. അടുത്ത ഇമെയിൽ അഡ്രസ്സും അയച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ പ്ലാൻ നടക്കുന്നുണ്ട്.
വിമൽ, എന്റെ സിറ്റുവേഷൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച നിനക്ക് ഭ്രാന്താണോടി? ഓണത്തിന് വേണ്ടി എന്ത് കാര്യം ചെയ്യോ നീ? നീ ഒന്നും മിണ്ടാതിരിക്കോ? ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. അബി, നീ ഇപ്പൊ പോയി കിടക്ക്. നമുക്കെല്ലാം രാവിലെ നോക്കാം. വാടി, നമുക്ക് പോവാം. ശരി വാ. അബി നീ റെസ്റ്റ് എടുക്കും, ഇവിടെ ഇരിക്കും. ഞാൻ നോക്കാം. എവിടെയാടാ ഉള്ളത്? അബി 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 എന്തിനാ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? ഓരോന്ന് വെറുതെ ചിന്തിച്ചു കൂട്ടാതെ എല്ലാം നമുക്ക് നോക്കാം, ശരിയാക്കാം. റൈറ്റ്? നിന്റെ ഫോൺ ഇതാ. ഗിവ് മി യുവർ ഫോൺ അബി. ഇവിടെ ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട, മനസ്സിലായോ? സ്റ്റേ കോൺഫിഡൻറ്റ്. നമുക്ക് വൈകുന്നേരം കാണാം. എക്സ്ക്യൂസ് മീ മാഡം, ഈ ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നിരുന്നു എനിക്ക്. എന്റെ ഹസ്ബൻഡിന് എന്താ പറ്റിയേ? പേര് പറയൂ മാഡം. വിമൽ. മാഡം, ഇത് അദ്ദേഹത്തിന്റെ സാധനങ്ങളാ. അകത്തെല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാഡം. റൂം നമ്പർ 106 നിങ്ങളുടെ ഹസ്ബൻഡുണ്ട്, പോയി നോക്കി. ഓക്കെ. അബി നോക്കി. വിഷമിക്കണ്ട അബി, ചെറിയ മുറിവുണ്ട്, കുഴപ്പമില്ല. എന്തായത്? എങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കിടന്ന് കരയുന്നു? ഞാൻ കാരണമല്ല ഇതൊക്കെ സംഭവിച്ചേ. അപ്പൊ നിനക്കൊരു പ്രശ്നം വന്നാ ഞാനിത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കണോ? അങ്ങനെയാണോ? അയ്യോ, പറയുന്നൊന്ന് മനസ്സിലാക്കും വിമൽ. അവരൊന്നും അത്ര നല്ലവരല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ചുമ്മാ കിടന്ന് കരയാതെ. നീ ചിരിക്കുമ്പോൾ നിന്റെ കണ്ണിലൊരു ഗ്ലോ ഉണ്ട്, അറിയോ? പിന്നെ കുട്ടികളെ പോലെ കരഞ്ഞോണ്ടിരുന്ന ഒന്നുമില്ല. ബൈക്ക് സ്കിഡായപ്പോ തലം ചെറുതായിട്ട് മുറിഞ്ഞു. ഇത് അത്രേ ഉള്ളൂ. ശരി, നീ വെളിയിലേക്ക് ഇരിക്കും, ഞാൻ വിളിക്കാം. നീ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിക്കാതെ. എനിക്ക് ഒരു കുഴപ്പമില്ല. Got the man with the plan right here. Bringing swag with the man right here. നിന്റെ ഹസ്ബൻഡിനോട് ഡിക്റ്റേറ്റീവ് പണി ഇതോടെ നിർത്താൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നീ കാണുന്ന അവന്റെ ശവമായിരിക്കും. ഈ സംസാരിക്കുന്ന ആരാ? അറിയില്ലേ? ഡൈ ഗെയിം. എന്തുപറ്റി ഡോക്ടർ? ഒന്നുമില്ല മാഡം, പേടിക്കാനൊന്നുമില്ല. ചെറിയ പരിക്കേ ഉള്ളൂ. ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാവും.